ഹായ് സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൊൽക്കത്തയിലെ ട്രാം സർവീസിനെ കുറിച്ചാണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ട്രാം റെയിൽ സർവീസ് അവിടെ തുടങ്ങിയിട്ട് വളരെ 1880-കളിൽ 1888 ആ സമയങ്ങളിലാണ് തുടങ്ങിയത്, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത്. അപ്പൊ അതിന്റെ ഒരു മ്യൂസിയം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആ മ്യൂസിയത്തിൽ പോയി അതൊന്ന് ചിത്രീകരിക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളെ കാണിക്കാം. മ്യൂസിയത്തിന് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറേ ട്രാമുകൾ സർവീസ് നടത്താത്ത എല്ലാം ഇനി റിപ്പയറിംഗിൽ എത്തിക്കുന്നതാണെന്ന് തോന്നുന്നു, ഗ്യാരേജിലാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറെ ട്രാം വണ്ടികൾ അവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ടു. ഇത് വളരെ ഇനിയിപ്പം പണികളൊക്കെ ചെയ്ത് ഇറക്കാനൊക്കത്തുള്ളതായിരിക്കാം, ഒരു പക്ഷേ ഇത് പഴകിയതായിരിക്കാം. ഒരു സമയത്ത് ഇത് 1917 1947 മുമ്പ് വരെയൊക്കെ ഇത് നല്ലതായിട്ട്, അതിനുശേഷവും 2013 വരെ ആ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. 2015 ശേഷം ട്രാം നന്നായിട്ട് സർവീസ് ഉണ്ടായിരുന്നു. AC കോച്ചുകളൊക്കെ അപ്പോഴാണ് സ്ഥാപിച്ചത്. അപ്പം ട്രാമിന്റെ അതിനു മുമ്പ് ഇലക്ട്രിക് കോച്ചുകളൊക്കെ സ്ഥാപിച്ചു. പിന്നെ അതിനെയൊക്കെ വളരെ പുരാതനമായ ആദ്യകാലത്ത് തുടങ്ങിയ ട്രാം എന്ന് പറയുമ്പോൾ അത് ഈ ഇതുപോലെ കരി എഞ്ചിനൊക്കെ ആയിരുന്നായിരിക്കാം. അപ്പം കൽക്കരി ഉപയോഗിച്ചിട്ടുള്ള, പിന്നെ ഡീസലാക്കി കാണും. അപ്പൊ എന്തായാലും ഇലക്ട്രിഫൈ ചെയ്തിട്ട് 2013 ഇലക്ട്രിഫൈ ചെയ്തത്. അത് ഇലക്ട്രിഫൈ ചെയ്താക്കിയത്. എന്തായാലും ഞങ്ങൾ അങ്ങനെ നോക്കി നോക്കി വന്ന വഴിക്ക് ഇവിടെ ഒരു കൗണ്ടർ കണ്ടു. അപ്പൊ അവിടെ അന്വേഷിക്കാമെന്ന് കരുതി എന്താ കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒരു ട്രാം വണ്ടി കിടപ്പുണ്ട്. അപ്പൊ അത് സർവീസ് പോകുന്ന അല്ലെന്ന് മനസ്സിലായി, കാരണം അത് ഉള്ളിലേക്ക് കയറ്റി ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചോദിച്ചു വന്നപ്പോൾ അത് മ്യൂസിയം ആണെന്ന് പറഞ്ഞു. മ്യൂസിയത്തിന്റെ കവാടം പോലെയാണ് ഇവിടെ. അവിടെ ഒരു സ്ത്രീയുടെ രൂപമായിട്ടാണ് കാണുന്നത്. ട്രാമിന്റെ സർവീസ് നടത്തുമ്പോൾ ട്രാമിൽ നമ്മൾ ലോക്കോ പൈലറ്റ് എന്നൊക്കെ ട്രെയിനിൽ പറയുന്ന പോലുള്ള പൈലറ്റ് അത് ഓടിക്കുന്ന ആളിന്റെ ഒരു പ്രതിമ പോണൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മ്യൂസിയമായുണ്ട്. ഞങ്ങൾ അവിടെ ചോദിച്ചന്വേഷിച്ചു വന്നപ്പോഴാണ് ആ കൗണ്ടറിൽ പറഞ്ഞ 20 രൂപ അവിടെ കൊടുത്താൽ നമുക്ക് മ്യൂസിയത്തിനകത്ത് കയറി കാഴ്ചകൾ കാണാം. തൊട്ടപ്പുറത്ത് നമ്മൾ ഇന്ന് കാണുന്നത് എസ്പ്ലനേഡ്, കൊൽക്കത്തയിലെ എസ്പ്ലനേഡ് മെട്രോ സ്റ്റേഷനാണ് ആ കാണുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അതിനപ്പുറത്ത് പിന്നെ അതിന്റെ അപ്പുറത്താണ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം ഒക്കെ വരുന്നത്. അത് ട്രാം വണ്ടിയാണ് ആ കിടക്കുന്നത്. അപ്പൊ അത് വളരെ ആകാംക്ഷയോടെ അതിനുള്ളിലേക്ക് കയറി പോകാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്തായാലും അവിടെ കയറി ചെല്ലാൻ വേണ്ടി പാസ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 20 രൂപ, ഏകദേശം ഒരാൾക്ക് 20 രൂപ കൊടുക്കണം. അപ്പൊ അവിടെ ഇങ്ങനെ 20 രൂപ കൊടുക്കാനായിട്ട്, പാസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ മരുമകനാണ്, മകളുടെ ഭർത്താവാണ് ദിവാഞ്ചൻ. അവൻ ഇവിടെ കൊൽക്കത്തക്കാരൻ തന്നെ. എന്തായാലും അവിടെ പാസ് എടുത്ത് അത് കയറിയാൽ നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമല്ലോ. എന്താ മ്യൂസിയത്തിനകത്ത് പഴയ ട്രാം സർവീസ് എങ്ങനെയായി. എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് വരുത്തി അത് പ്രവാസമായി ഞങ്ങൾ അത് കാണാനായിട്ട് അകത്തോട്ട് കയറുകയാണ്. കയറി ട്രാമിന്റെ ആ ഒരു ഉള്ളിലെ സെറ്റപ്പ് എന്താണ്, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ട്രാമാണെന്ന് തോന്നുന്നു. AC ആണ്, AC എന്ന് എഴുതിയിട്ടുണ്ട്. ഇലക്ട്രിഫൈ ചെയ്ത AC ട്രാം വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഗേറ്റ് കണ്ടു. അത് അകത്ത് സാധാരണ സർവീസ് നടത്തുന്ന ട്രാമിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്, മ്യൂസിയമായിട്ട് എന്നാണ് തോന്നുന്നത്. അത് പ്ലാറ്റ്ഫോമൊക്കെ വ്യത്യാസമുണ്ട്, ചവിട്ടുപടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് തുറക്കാം. അവിടെ ആളൊന്നും കണ്ടില്ല. അങ്ങനെ നോക്കി പാസ് കൊണ്ട് അനുഭവം വരുന്നോ എന്ന് നോക്കായിരുന്നു. പക്ഷെ അത് വരട്ടെ മുമ്പ് അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയകത്തേക്ക് ഞാൻ കയറി. എന്തായാലും നേരെ ചെന്നപ്പോൾ അത് വിശാലമായിട്ട് കാണുന്ന പോലെയല്ല. 2 സൈഡിലും ഇടയ്ക്കൂടെ നടന്നു പോകാൻ ഒക്കെ സൗകര്യമുണ്ട് പോലെ ഒരു. അപ്പം സീറ്റുകളൊക്കെ ഉണ്ട് അവിടെ, മേശ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറന്റ് ആംബിയൻസ് ഉണ്ട്, ഒരു മിനി റെസ്റ്റോറന്റ്. അത് നല്ല AC കയറിയപ്പോൾ. അവിടെ ഇടയ്ക്കായിട്ട് കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ സ്നാക്സ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് ആൻഡ് കോഫി കൗണ്ടർ ആണെന്ന് തോന്നുന്നു. ടീ, കോഫി, ബെവറേജസ്, ഡ്രിങ്ക്സ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങോട്ട് മുന്നോട്ട് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ അകത്തെ ഉള്ളില് അവിടെ ആ മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ കുറേ ഫോട്ടോസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1873 ട്രാം സർവീസ് ആദ്യം ആരംഭിച്ചതെങ്കിൽ
ആ ട്രാം നിർത്തി 1880 വീണ്ടും തുടങ്ങിയതായി അടുത്ത് നിർത്തിപ്പോയിരുന്നു. അത് തുടങ്ങിയ പോലും എന്തായാലും പിന്നീട് അത് സ്ഥാപിച്ച് അത് മുന്നോട്ട് ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അതിന്റെ ഓരോ ലാൻഡ്മാർക്ക് ടൈമുകളൊക്കെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റീൽ ബോഡി ആക്കിയതും അത് ആദ്യമൊക്കെ തടിയിലായിരുന്നു തടിയായിരുന്നു. അപ്പൊ അതിനുശേഷം 2013 ഇലക്ട്രിഫൈ ചെയ്തോളം വരെയുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ റാമാണ് ഈ കാണുന്നത്. വളരെ അലങ്കാരികമായിട്ട് തന്നെ തടിയിൽ തന്നെ തീർത്താണ്. ഫോട്ടോയിലൊക്കെ കാണാം കൽക്കരിയിലായിരിക്കും ഓടിയിരുന്നത്. ഡീസൽ എഞ്ചിനായപ്പോൾ ട്രെയിൻ സർവീസ്. പിന്നെ 2013 ഇത് ഇലക്ട്രിഫൈ ചെയ്ത് 2013 ജൂണില് ഇലക്ട്രിഫൈ ചെയ്ത ട്രാം സർവീസ് ആക്കിയതെന്നാണ് അവിടെ എഴുതി വെച്ചത്. എന്തായാലും പഴയ ബ്രിട്ടീഷ് സാമ്രാജ്യ സമയത്തെ ആ പട്ടണത്തിന്റെ ഫോട്ടോകളും ട്രാമിന്റെ എഞ്ചിന്റെ ഫോട്ടോകളും ഒക്കെ ഇങ്ങനെ അവിടെ കാണിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ. നമുക്ക് അതിനെപ്പറ്റി വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യും. എന്തായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കൽക്കട്ടയുടെ പഴമയുടെയും പുതുമയുടെയും ആ ഒരു സിമ്പലായ ഈ ട്രാമും മറ്റ് കാര്യങ്ങളൊക്കെ കൽക്കട്ടയിൽ വന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാമിന്റെ ഒരു ഗുണമൊക്കെ പൈലറ്റിനെ ഇപ്പോൾ കാണിച്ചു, നമ്മുടെ ലോക്കോ പൈലറ്റിനെ പോലെ അത് ആ ഫ്രണ്ട് സൈഡ് ഗേറ്റ് കാണിച്ചിരിക്കുന്ന പോലെ ഇവിടെയും കാണിച്ചിട്ടുണ്ട്. അത് പുറമേ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞങ്ങൾ ഈ ട്രാമിനകത്തിരുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അദ്ദേഹം കോഫി കൊണ്ട് എടുക്കുന്നില്ല. AC কোচাണ്। আচ্ছা, বলছি তাহলে তুমি এইখানে ট্রাম ডিপোট আছে না? হ্যাঁ, বাসগুলো সব এদিকে আসছে, বাসটা ধরে এদিক দিয়ে বেরিয়ে যাও। अच्छा एक्सपीरियंस है ना? बहुत मस्त एक्सपीरियंस है। हेरिटेज है, अंदर AC लगा, ये तो मैंने एक्सपेक्ट नहीं किया था। AC है करके इंट्रोड्यूस किया बात को, स्टार्टिंग में AC नहीं था। ऐसे नहीं था। हाँ, ये सब रनिंग वाला सब चीजें हैं। और सीट्स जो है लकड़ी का है, लगता है कि अच्छा नहीं है लेकिन बहुत मस्त है, कंफर्टेबल है। बैक सपोर्ट भी अच्छा है। അങ്ങനെ ട്രാം സർവീസിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിനകത്തിരുന്ന് അതിന്റെ ടെർമിനസിൽ വന്ന് ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് പോകുന്നു. നല്ലൊരു അനുഭവമാണ്, ഫീലാണ് നമുക്ക്. ഇതിനകത്ത് AC ഒക്കെ ഇട്ടിട്ടുണ്ട്, AC ബുക്കിംഗ് ആണ്. खाने का क्या चीज है? खाने का बोलेंगे तो बिस्किट वगैरह, बिस्किट लेंगे क्या? वो ब्रिटानिया का वो बिस्किट ले। अच्छा, बिस्किट मिलता है ब्रिटानिया? बिस्किट भी मिल जाएगा। अच्छा, वो भी पैकेट बिस्किट। हाँ ठीक है, एक पैकेट बिस्किट। हाँ, उनका अच्छा डाइजेस्टिव खाएंगे कि गुड डे खाएंगे? गुड डे। गुड डे ना, एक गुड डे का दे दीजिए। അപ്പം നല്ല കോഫി ആയിരുന്നു. നെസ്കോഫി 20 രൂപ ഒരു കപ്പിന്. ബിസ്ക്കറ്റ് 10 രൂപ, അത്രേ ഉള്ളൂ. छोटा बिस्किट है आपको पता है? എന്തായാലും ഞങ്ങള് സവാരി പോകുന്ന ട്രാം റെയിലിന്റെ വീഡിയോ ഫസ്റ്റ് പാർട്ടായിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് കാണാത്തവർ ദയവായി കാണുക. അത് നല്ലൊരു വീഡിയോ ആണ്. ട്രാമിന്റെ ആ ഒരു സർവീസ് വരുന്നതും അതിനകത്തെ കാര്യങ്ങളെല്ലാം യാത്രക്കാരുടെ അഭിപ്രായം ഒക്കെ ഉണ്ട്, ഫീഡ്ബാക്സ്. അത് കാണണം. ഇതൊരു പുതിയ അനുഭവമാണ്. ഒരു വാഹനത്തിൽ, അതായത് ഓടുന്ന ഒരു വാഹനത്തിനകത്ത് ഇപ്പൊ ഇത് സർവീസിലില്ലെന്നേ ഉള്ളൂ. ഇത് മ്യൂസിയം ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല സംഭവമാണ്. ഈ ട്രാം സർവീസ് കണ്ടിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യുക. ഇപ്പോഴും ഈ ട്രാം സർവീസ് ഒക്കെ സൂക്ഷിച്ച് അത് നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ കൽക്കട്ടയിൽ വരുന്നവർക്ക് എസ്പ്ലനേഡ് എന്ന് പറയുന്ന സെൻട്രൽ ഏരിയ ആയിരുന്നു. കൽക്കട്ടയിൽ വന്നാൽ ഈ ഭാഗമൊക്കെ കാണാം. ഇതിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എസ്പ്ലനേഡ് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, സെൻട്രൽ സ്റ്റേഷൻ. അതിനപ്പുറത്ത് ഈഡൻ ഗാർഡൻ
ഏറ്റവും വലിയ കപ്പാസിറ്റി ക്രൗഡ് കൊള്ളുന്ന ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇന്ത്യൻ ഗാർഡൻ. അതൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ വിക്ടോറിയ മെമ്മോറിയൽ അത് കാണാനുള്ള കാഴ്ചയാണ്. പിന്നെ ഹൗറ ഹൂബ്ലി പാലങ്ങൾ, ഹൗറയ്ക്ക് സമാന്തരമായിട്ടാണ് ഹൂബ്ലി പാലം സ്ഥിതി ചെയ്യുന്നത്. അതൊക്കെ കാണുവാൻ സാധിക്കും. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾ ദൂരെ പോയാൽ അടുത്ത് തന്നെയാണ് ഈ ഡാർജിലിങ്ങിലൊക്കെ പോകാൻ പറ്റും. ഡാർജിലിങ്ങിൽ അതുപോലെ സിലിഗുരി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഹിൽ സ്റ്റേഷനാണ്. അപ്പൊ ഇതൊക്കെയാണ് തൽക്കാലം ഇവിടുത്തെ വിശേഷങ്ങൾ. അടുത്ത പുതിയ വീഡിയോ കൽക്കട്ട വിശേഷങ്ങളുമായി വരുന്നതുവരെ കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺ മുംബൈ മലയാളി. വീണ്ടും കാണാം. നന്ദി.